ചിലവ് 36,23,54,100 രൂപ, നീക്കി ബാക്കി 1,12,00,000 രൂപ. ഇതാണ് ബഡ്ജറ്റ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുവാൻ ഉള്ളത്. സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ് യോഗമാണിത്. വാണിയംകുളം പഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണക്കാക്കിക്കൊണ്ട് എല്ലാ മേഖലയിലുള്ള വികസനം ഉറപ്പുവരുത്തിക്കൊണ്ട് സമഗ്ര മേഖലയിലുള്ള വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഊന്നൽ നൽകേണ്ട കാര്യങ്ങൾ കാർഷിക രംഗത്ത് ഊന്നൽ നൽകിക്കൊണ്ട് തരിശുരഹിത പഞ്ചായത്താക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സമഗ്ര നെൽകൃഷി വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളും ആശുപത്രികളും അവരെ ഉന്നമനത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബഡ്ജറ്റ് നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്തുണ നൽകുന്ന ബഡ്ജറ്റാണ് നമുക്കിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഉള്ള എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങളും കൊണ്ടുള്ള നല്ലൊരു ബഡ്ജറ്റായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് നവീകരണം, കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം നമ്മുടെ പദ്ധതിയിൽ ബഡ്ജറ്റിൽ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകമായി ഊന്നൽ നൽകിയിട്ടുള്ളത് നമുക്കറിയാം, കേരളത്തിൽ തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന മറ്റു പഞ്ചായത്തുകളില്ലാത്ത തരത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള ബഡ്ജറ്റ് നല്ലൊരു ശതമാനം സംഖ്യ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വേണ്ടി ബഡ്ജറ്റ് മാറ്റിവെക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പാലിയേറ്റീവ് രംഗത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൃദ്ധർ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ എന്നിവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ വാണിയംകുളം പഞ്ചായത്തിന് സാധിക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ ജനകീയ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു മേഖലയിൽ വിട്ടുപോകാതെ നമുക്ക് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക്, പ്രവാസ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ അസുഖബാധിതരോ ആയി തിരിച്ചു വന്നവർക്ക്